Hello dear friends, welcome to Explore Extreme. നമുക്കിപ്പോൾ പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, കുറേ നാളായല്ലോ എന്തെങ്കിലും കുക്കിംഗ് പരീക്ഷിക്കാമെന്ന്. എടാ മോന്ത മാറ്റാം. അപ്പം ലെറ്റ്സ് ഡു എ മട്ടൺ ബിരിയാണി ഗൈസ്. നമ്മൾ മലയാളികൾക്ക് ആർക്കാണ് മട്ടൺ ബിരിയാണി ഇഷ്ടമില്ലാത്തത്? ലിയാന, നിനക്ക് മട്ടൺ ബിരിയാണി ഇഷ്ടമാണോടി? ജേക്കു, നിനക്ക് മട്ടൺ ബിരിയാണി ഇഷ്ടമാണോടാ? നിനക്ക് ചിക്കൻ ആണോ ഇഷ്ടം? ചിക്കൻ. ഗെറ്റ് ഔട്ട് യു ചിക്കൻ. ഇവിടുത്തെ പ്രശ്നം എന്താണ് കുട്ടികളെ? വിന്റർ ഭയങ്കര തണുപ്പാ, പുറത്തു പോകാനൊന്നും തോന്നുന്നില്ല. അതുകൊണ്ട് നമുക്ക് ട്രാവൽ ചെയ്യാനൊന്നും തോന്നുന്നില്ല. പുതിയ ചാലഞ്ചിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മോട്ടോർ സൈക്കിള് സ്റ്റോറേജിൽ ഇട്ടു, ബ്രോങ്കോ വണ്ടി ഓയിൽ ചേഞ്ച് ചെയ്തു. ഓഫ് റോഡിംഗ് ഒന്നും ഇനി നടക്കില്ല. കാരണം എന്താണെന്നറിയോ, ഇവിടെ സ്നോ വീണ് തുടങ്ങി. നവംബർ എൻഡിലോട്ടെത്തുവാണ്, തണുപ്പുകാലം തുടങ്ങുകയാണ്. ജേക്ക്, നിനക്ക് വിന്റർ ഇഷ്ടമാണോടാ? ലിയാനയ്ക്ക് വിന്റർ ഇഷ്ടമാണോടി? ഇതിന്റെ എല്ലാത്തിന്റെയും പുറമെ ഈ രണ്ടെണ്ണം അല്ല, ഇതല്ലാതെ തന്നെ 2 പിള്ളേരും കൂടെ ഉണ്ട്. അപ്പൊ മൊത്തം 4 പിള്ളേരും ഉണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോ നമ്മൾ നവംബർ അവസാനം ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ട്രാവൽ വീഡിയോ അമേരിക്കയുടെ കാണാപ്പുറങ്ങളൊക്കെ നമുക്ക് കാണാം. Until then, let's do a cooking video. ആർക്കാണ് മട്ടൺ ബിരിയാണി ഇഷ്ടമില്ലാത്തത്? ഇവന്. ലിയാനയ്ക്ക് മട്ടൺ ബിരിയാണി ഇഷ്ടമാണോടി? ഓക്കെ, ലെറ്റ്സ് ഡു എ മട്ടൺ ബിരിയാണി. നിനക്കോ? നിനക്ക് മട്ടൺ ബിരിയാണി ഇഷ്ടമാണോ? പിന്നെ നീ എന്താണോ നേരത്തെ ചിക്കൻ ബിരിയാണിയാണ് ഇഷ്ടം എന്ന് പറഞ്ഞത്? ഓക്കെ ഓക്കെ, എന്തെങ്കിലും ആട്ടെ. മട്ടൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിനക്കറിയോ? ഗോട്ട് അല്ലെ, ആട്. ഓക്കെ ഓക്കെ, എന്നാ അത് വെച്ച്. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. മട്ടൺ ബിരിയാണിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ഒരു ഘടകമാണ് ഈ മട്ടൺ. ഇത് നല്ല ക്വാളിറ്റിയിൽ കിട്ടുവാണെങ്കിൽ, അതായത് അമേരിക്കയിലാണ് ഞാൻ കോസ്കോയിൽ നിന്നാണ് മട്ടൺ മേടിക്കുന്നത്. കോസ്കോ ഇങ്ങനെ ബോക്സുകളിലാക്കി ഒരുപാട് മട്ടൺ ഒരുമിച്ച് മേടിക്കും. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ നല്ല സൂപ്പർ ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞാണ് അവർ തരുന്നത്. അതല്ലെങ്കിൽ നിങ്ങൾ നല്ല ആട്ടിറച്ചി മേടിച്ചിട്ട് അതിനെ നല്ല രീതിയിൽ പീസ് സെലക്ട് ചെയ്യുക. ഇച്ചിരി നെയ്യൊക്കെ വേണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ നെയ്യോട് ഭയങ്കര വിരോധമുള്ള ഹെൽത്തി കോൺഷ്യസ് ആൾക്കാരാണെങ്കിൽ നെയ്യില്ലാത്ത ഇത് എടുക്കുക. പിന്നെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്, ഇതെൻ്റെ ബാറാണ്, നമ്മൾ ഏറ്റവും വില കുറഞ്ഞ മദ്യം. ഉദാഹരണത്തിന് ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ മദ്യമാണ് നമ്മുടെ ഈ കാലിബർ ഡ്രൈ എന്ന് പറഞ്ഞ ജിൻ. അപ്പം ഇതിലിട്ട് നമ്മുടെ മട്ടനെ ഒന്ന് പരിപോഷിപ്പിച്ചെടുക്കണം. അതായത് പലരും ചെയ്യുന്നതെന്നു വെച്ചാൽ വെള്ളത്തിലിട്ട് കഴുകും, അത് നല്ലതാണ്, അത് നോർമൽ മട്ടൺ കറിക്ക് നല്ലതാണ്. ഞാൻ ചെയ്യുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരല്പം ജിന്ന് അതിനകത്തിട്ട് കഴിഞ്ഞാൽ ഈ ജിന്നിലിട്ടൊന്ന് എടുത്തിട്ട് വെള്ളത്തിലിട്ട് കഴുകരുത്. അതാണ് എൻ്റെ ഒരു പോളിസി. കാരണം ഞാൻ നമ്മുടെ ഒരു ബൂം ബാങ് ചാനലിൻ്റെ ഒരു സബ്സ്ക്രൈബറൊക്കെയാണ്. അപ്പം പുള്ളിയാണെങ്കിൽ ഒട്ടും കഴുകാറില്ല. പക്ഷേ എൻ്റെ ഒരു കേസിൽ നമ്മൾ ഈ ജിന്നിലിട്ട് കഴുകി കഴിഞ്ഞാൽ അണുക്കളും പ്രശ്നങ്ങളും എല്ലാം തീരും. അപ്പോഴേ ആട്ടിറച്ചി റെഡിയായാലുണ്ടല്ലോ സുഹൃത്തുക്കളെ, പിന്നെ മെയിൻ കാര്യം കഴിഞ്ഞു. പിന്നെ അരിയും വേണം, ബാക്കി കുറച്ച് സാധനങ്ങൾ വേണം, അത് ഞാൻ പറയാം. അപ്പം ബിരിയാണിക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല, പക്ഷെ ഒരല്പം സവാള അല്ലെ ഉള്ളി അരിഞ്ഞ് ഒരു 4 സവാള എടുക്കുക, നല്ല പോലെ അരിഞ്ഞ് വറുത്ത്, നല്ല ഉള്ളിവടയില്ല, സവാള വട അല്ലെ ഉള്ളിവട, അതുപോലെ ക്രിസ്പി ആക്കുക. പിന്നെ താല്പര്യമുള്ളവർക്കാണെങ്കിൽ, ബിരിയാണിക്ക് അത്യാവശ്യം ഇല്ലെങ്കിലും നമ്മൾ മലയാളികൾക്ക് അല്പം പുഴുങ്ങിയ മുട്ട അത് സെപ്പറേറ്റ് ആയിട്ട് റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കേട്ടോ, സവാള വറക്കുകയാണ്. പിന്നെ സുഹൃത്തുക്കളെ, ഒരുപാടൊന്നും ഇല്ലാതെ ഇത്രയ്ക്കുള്ള മട്ടൺ ഉള്ള സംഭവമാണ് കേട്ടോ നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് കണക്ക് തെറ്റരുത്. ഒരു ഇച്ചിരി ഇറച്ചി കൂടിയാലും നല്ലതാണെന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ ഒരുപാട് ഇറച്ചി ആയാലും ഒരുപാട് ചോറായാലും ഇത് തെറ്റും, കണക്ക് തെറ്റും. അപ്പോൾ ഏകദേശം ഇത്രയ്ക്ക് മട്ടൺ, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളക് ഒരുമിച്ച് അരച്ച് ഇത്രയും എടുക്കുക. പച്ചമുളകായിരിക്കണം, അത് വെറൈറ്റിയാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, വെളുത്തുള്ളി ഇവിടെ സവാള ഇവിടെ വറുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇച്ചിരി അരി സെറ്റാക്കാൻ പോവാണ്. ഏകദേശം 1 കിലോ അല്ലെ 1/4 കിലോ 1 കിലോ ഇടയ്ക്ക് അരി അങ്ങ് എടുക്കുക. നല്ല ബസ്മതി റൈസ് എടുക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ റൈസ് എടുക്കുക. ബസ്മതി റൈസിലും ബെറ്റർ അരി ഇല്ല, അതാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം അതെടുക്കുക, നല്ലപോലെ കഴുകുക. അല്പം വെജിറ്റബിൾ ഓയിൽ, അല്പം എന്തായാലും പറഞ്ഞാൽ ഡാൽഡ അല്ലെ നെയ്യ്, പിന്നെ ഒരല്പം നമ്മുടെ വറുത്ത് വെച്ചിരിക്കുന്ന ഇത് കണ്ട ഈ സവാള, ഇതെല്ലാം കൂടെ ഇട്ട് അരി എന്നാ പറഞ്ഞ കറക്റ്റ്
കറക്റ്റ് പാകത്തിന് വെള്ളം ഒഴിച്ച് കറക്റ്റായിട്ട് തിളപ്പിക്കുക. ഇച്ചിരി ഉപ്പ് കിട്ടും. ഇത്രയും പുതിനയിലയും കൂടി എടുത്തു കേട്ടോ. നല്ല കഴുകി മിൻസ് ചെയ്തെടുക്കണം. ഇനി ഇത് അരിയാൻ പോവാം. പിന്നെ തക്കാളി മസ്റ്റാണ്. ഒരു 3 തക്കാളി എടുക്കാതെ ഈ ഒരു വലുപ്പത്തിൽ അങ്ങ് അരിയുക. ഇത് കണ്ടോ, ഇതാണ് വെജിറ്റബിൾ ഓയിൽ. വെജിറ്റബിൾ ഓയിലിനകത്തോട്ട് നമ്മളൊരു അല്പം നെയ്യ് അങ്ങ് ചേർക്കുന്നു. എന്നിട്ട് ചൂടാക്കുന്നു. ഇനി ഇത് നമ്മൾ ആ മസാല ഒന്ന് തരപ്പെടുത്തി എടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു നമ്മുടെ മട്ടണിൽ ഒരല്പം ജിന്നൊക്കെ ഇട്ട് നിന്ന് പിടിപ്പിക്കണം എന്നാണ്. ആ ജിന്നിട്ട് പിടിപ്പിച്ച കൂടെ ഞാനൊരു ജിന്ന അടിച്ചു. അതാണ് ഇപ്പം എനിക്കൊരു കോൺസെൻട്രേഷൻ പോയത്. അപ്പോൾ അടുത്തത് തക്കാളി. നേരത്തെ പറഞ്ഞില്ലായിരുന്നു, അങ്ങനെ ചേർക്കുക അങ്ങോട്ട്. വറുത്ത തക്കാളിയിലോട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇട്ട തക്കാളിയിലോട്ട് നമ്മൾ ബാക്കി ഉണ്ടാക്കിയ 4 സവാള വറുത്തെടുത്തുണ്ടല്ലോ അതങ്ങ് ഇട്ട് കേട്ടോ. ഇനി അടുത്തത് ഇടാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത് 3ഉം കൂടെ അരച്ച സംഭവമാണ്. ഇതങ്ങോട്ട് ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കണം. ഇതേ അപ്പുറം നമ്മുടെ ചോറ് ഞാൻ പറഞ്ഞില്ലേ ചൂടായി റെഡിയായിരിക്കുകയാണ്. നല്ല ഏലക്ക, ഗ്രാമ്പു എല്ലാം ഇട്ടിട്ട് കേട്ടോ. ഒന്ന് പിന്നെ ഇത് നമ്മുടെ ചട്നിയാണ്. ചട്നിയല്ല, ഇതിന് എന്താ പറയുന്നത്, മസാല ബിരിയാണിയുടെ കൂട്ടാണിത്. ഇത് നല്ല സെറ്റായാൽ നമ്മുടെ ഇറച്ചി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, വേവിക്കാത്ത ഇറച്ചി, അതുപോലെ പുതിന ഇല അതുപോലെ ഇരിക്കുകയാണ്. നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും. പക്ഷേ ഇത് എങ്ങനെ വേവുമെന്ന് കണ്ടോ. ഓക്കെ, അപ്പോൾ ദേ നമ്മൾ പുതിന ഇല ഒന്ന് ചെറുതായിട്ട് ദേ ഇങ്ങനെ അങ്ങോട്ട് എടുത്തൊന്ന് ചോപ്പ് ചെയ്തൊന്ന് വിടുക. എന്നിട്ട് നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ അരപ്പുണ്ടല്ലോ, നമ്മുടെ ബിരിയാണിയുടെ അരപ്പ്, അതിലേക്ക് ഫ്ലേവർ നല്ല അടിപൊളിയായിട്ട് ചേരാൻ പോവാണ്. ഈ പുതിനയില നമ്മളിപ്പോൾ അങ്ങോട്ട് ചേർക്കാൻ പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ തക്കാളി, സവാള വറുത്തത്, പിന്നെ നമ്മുടെ അരപ്പുണ്ടാക്കിയല്ലോ, നമ്മുടെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിൻ്റെ ഈ അരപ്പെല്ലാം കൂടെ മിക്സ് ചെയ്തത് ഇത് ഏകദേശം ഒരു പേസ്റ്റ് പരുവത്തിലായി. ഇനിയിപ്പോൾ നമ്മൾ നല്ല ചോപ്ഡ് ആയിട്ടുള്ള പുതിന ഇല, കൊറിയാൻഡർ ലീഫ് ഇങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. ഇതൊരു മേജർ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ. നോർത്ത് ഇന്ത്യൻ ആണെന്നൊന്നും വിചാരിക്കരുത്. ബിരിയാണിയാണ് സാധനം, കേരള ഡിഷ് അല്ല ഇത്. കേരള ബിരിയാണി അല്ല നമ്മൾ ട്രൈ ചെയ്യുന്നത്, ദമ്മാണ്. കുക്കർ വെച്ചാണ് ദം ചെയ്യുന്നതെന്നേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, അല്പം മഞ്ഞൾ, അല്പം ഗരം മസാല ഇങ്ങോട്ട് പിടിപ്പിക്കുക. അപ്പം നമ്മുടെ നാടൻ തൈര്, നമ്മുടെ അമേരിക്കയിലൊക്കെ ഇത് യോഗട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ പാക്കറ്റായിട്ട് മേടിക്കുന്നതാണ്. ഇതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഞാൻ ഈ പറയുന്ന എല്ലാ സാധനങ്ങളും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കിയ ആ മസാല ഉണ്ടല്ലോ, അതിലേക്ക് നമ്മളൊരു ഏകദേശം നിങ്ങൾ നോക്കിയാൽ മതി ഈ മസാലയ്ക്ക് എന്തോരം കണക്കിന് തൈര് ഇടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് കുറഞ്ഞു പോകരുത്. കാരണം തൈര് അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഇതൊന്ന് ഇളക്കി ഇത് കണ്ടോ, തൈര് കൂട്ടി. ഇനി നമ്മളിത് കുക്കറിലിട്ടാണ് ദമ്മ് ചെയ്യാൻ പോകുന്നത്. അതായത് പ്രോപ്പർ ദമ്മല്ല, പക്ഷേ സാധാരണക്കാരന് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനാണ്, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കുക്കറിലിട്ട്. അപ്പം നല്ല പോലെ മസാല റൈസിന് പിടിക്കും, മട്ടൺ നല്ല പോലെ വേവും. അപ്പോൾ നമ്മൾ അടുത്ത പരിപാടിയിലിട്ട് കിടക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ള കുക്കർ വേണം. നമ്മൾ ആട്ടിറച്ചി നല്ല ശുദ്ധമായ, അത് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ജിന്നിടണമെങ്കിൽ ഇട്ടാൽ മതി. പക്ഷേ അതല്ലെങ്കിൽ നല്ലപോലെ വൃത്തിയാക്കിയ ആട്ടിറച്ചി ഏകദേശം ഇതുപോലെ എടുക്കുക കേട്ടോ. അരപ്പ് നല്ല പോലെ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ ഉള്ള അരപ്പ് നേരെ മട്ടൻ്റെ കൂടെ, അതായത് വേവിക്കാത്ത മട്ടണാണ്, നല്ല രീതിയിൽ കുക്കറിലിരുന്ന് വെന്തോളും. ഭയപ്പെടണ്ട, കുക്കർ നേരത്തെ ഓഫ് ചെയ്യാതിരുന്നാൽ മതി. ഹീറ്റിംഗ് ഈസ് ഇമ്പോർട്ടൻറ്റ്. കണ്ടോ, അരപ്പ് സെറ്റാക്കി എടുക്കുക. കണ്ടോ, ആട്ടിറച്ചിയും അരപ്പും കൂടെ നല്ല പോലെ മിക്സ് ചെയ്ത്. ഇനി എങ്ങാനും ഇറച്ചി കൂടുതലും മറ്റേ ഗ്രേവി അല്ലെ അരപ്പ് കുറവാണെങ്കിൽ ഇറച്ചി കരിയും അടി പിടിക്കും, ആകെ കുളമാവും. അത്യാവശ്യം ഈ പരുവത്തിലിരിക്കണം, എന്നാലുള്ള ബിരിയാണിയിൽ മസാല പിടിക്കുള്ളൂ. നമ്മൾ ഇച്ചിരി മുമ്പ് ചെയ്ത ആ അരി നമ്മൾ നേരെ കുക്കറിലേക്ക് ആഡ് ചെയ്യുന്നു. മട്ടൻ്റെ മസാലയുടെ ഒക്കെ കൂടെ മുകളിലേക്ക് ഇരുന്ന് ഇത് വെന്തോളും. വേവിൻ്റെ കണക്ക് ഞാൻ കറക്റ്റായിട്ട് പറയാം. അത് തെറ്റിച്ചാൽ പൊന്നു മക്കളെ എല്ലാ സമയവും പോയി. കേട്ടോ, അരി ആഡ് ചെയ്തു. ഇങ്ങോട്ട് കാണിച്ചോ, ഇച്ചിരി മാറിക്കണം. ഇത് കണ്ടോ, അരി ഇതിന്റെ മേളില് ഒത്തിരി ഇളക്കണ്ട,
ഇതിങ്ങനെ സെറ്റായി അങ്ങ് വെച്ചാൽ മതി. ഇനി വേവാത്ത ആട്ടിറച്ചി ഏറ്റവും അടിയിലത്തെ ലെയർ, മസാല അതിൻ്റെ മേളിൽ നല്ല പോലെ ഇളക്കി വെന്ത അരി അതിൻ്റെ മേളിലിട്ടു. ഇനി കണ്ടോണം, കുക്കറിൻ്റെ വിസിലിൻ്റെ അനുസരിച്ച് ആട്ടിറച്ചി എന്തോരം നല്ല ടെൻഡറായിട്ട് വേവുന്നു. അപ്പോൾ നമ്മൾ കുക്കർ അടുപ്പേ വെച്ച് ഫുൾ ഫ്ലെയിമിൽ ഈ പറഞ്ഞ പോലെ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യത്തെ വിസിൽ അടിക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ആദ്യത്തെ വിസിൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സംഭവം ലോ ഫ്ലെയിമിൽ വെക്കുക, അതായത് സിം അല്ലെങ്കിൽ എന്നാ പറയുന്നത് ലോ ഫ്ലെയിം, അതായത് സ്ലോ കുക്കിംഗ് അതിലോട്ട് വെച്ച് ഉണ്ടെങ്കിൽ നമ്മളൊരു 40 മിനിറ്റ്സ് ടൈമർ അങ്ങ് സെറ്റ് ചെയ്തു. ടൈമർ സെറ്റ് ചെയ്തിലുള്ള പണി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് വേവ് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് ഉദ്ദേശിക്കുന്ന വേവ് ടേസ്റ്റ് കിട്ടിയില്ല. എന്നിട്ട് 40 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുക്കർ ഓഫ് ചെയ്യുക. എന്നിട്ട് ഒരു 20 മിനിറ്റ്സ് വെക്കുക. 20 മിനിറ്റ്സും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ മേളിലത്തെ ക്യാപ്പ് ഉണ്ടല്ലോ, ആ ലിഡ് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് വേണമെങ്കിൽ ഒരു 15-20 മിനിറ്റ്സും കൂടെ വെച്ചിട്ട് ഇത് തുറക്കുക. ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്, സംഭവം റെഡി ആയിരിക്കും. ഞാൻ കാണിച്ചുതരാം. നമ്മള് ഏകദേശം 1.5 മണിക്കൂർ കാത്തിരുന്നതിന് ശേഷം നമ്മുടെ മുട്ടകളൊക്കെ പുഴുങ്ങിയത് കറക്റ്റായിട്ട് വെക്കട്ടെ. നമ്മുടെ ദം പൊട്ടിക്കുക എന്ന് മലബാറികൾ അല്ലെങ്കിൽ എന്താ പറയുന്നത് ഹൈദരാബാദി ദം ബിരിയാണിയിലൊക്കെ പറയുന്ന ഒരു വാക്കുണ്ട്. പക്ഷെ നമുക്ക് ദം പൊട്ടിക്കാനൊന്നും ഇത് റെസ്റ്റോറൻറ്റൊന്നും അല്ല നടക്കുന്നത്. നമ്മളിവിടെ ജസ്റ്റ് വീട്ടിലൊരു കുക്കറിൽ ഇട്ടുണ്ടാക്കിയ ബിരിയാണി അല്ലേ. അപ്പൊ കുക്കർ തുറക്കുക. അപ്പോൾ നേരത്തെ പറഞ്ഞ കുക്കിങ്ങിന്റെ ടൈം അറിയാലോ. ആദ്യത്തെ ഫുൾ ഹീറ്റിൽ വെക്കുക. ആദ്യത്തെ വിസിൽ അടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 40 മിനിറ്റ്സ് സിമ്മർ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക. 40 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 20 മിനിറ്റ്സ് ഓഫ് ചെയ്ത് വെക്കുക. 20 മിനിറ്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ ലിഡ് ഊരി വെക്കുക. അരമണിക്കൂർ വെക്കാം, 1 മണിക്കൂർ വെക്കാം, എത്ര മണിക്കൂർ വേണമെന്ന് വെക്കാം. ഏകദേശം ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും അപ്പൊ നമുക്ക് തുറക്കാം അല്ലേ. റെഡി സെറ്റ് ഗോ, ലെറ്റ്സ് സീ. നല്ല മട്ടൺ ബിരിയാണിയുടെ ദമ്മ മണം വരുന്നുണ്ട്. അപ്പം ഇതാണ് റൈസ്. ഞാൻ റൈസിന് വേണ്ടി അധികം സമയം കളയുന്നില്ല. നല്ല വെന്ത് വെണ്ണീർ എന്ന് പറയുന്ന പോലത്തെ റൈസാണ്. ഇനി അടിയിൽ ഇത് കണ്ടോണേ, ഇതാണ് ആട്ടിറച്ചി കേട്ടോ. ഓ മൈ ഗുഡ്നെസ്. നമുക്കൊരൽപ്പം എടുത്ത് ഇങ്ങോട്ട് ഇടാം. ഇനി ഇതിലെ നമുക്ക് ഇത് കണ്ടോ, ഇത് നമുക്ക് കുറച്ച് ഒരു പ്ലേറ്റ് അങ്ങ് സെറ്റ് ചെയ്യാം. ഇത് കാണുന്നുണ്ടല്ലോ. ഓക്കെ, മട്ടൺ, മുട്ട, നല്ല സൂപ്പർ റൈസ്. ഇതിങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇനി ഞാൻ മട്ടൺ കാണിച്ചു തരാം. ഓ നല്ല ചൂട് കേട്ടോ. ആട്ടിറച്ചി, ഇതാണ് ചോറ്. ഓ പൊള്ളിയിട്ടെനിക്ക് കൈ തൊടാൻ വയ്യ. എനിവേ ഞാൻ മട്ടണും റൈസും കൂടെ ആവി വേവ് ഓക്കെ. മസാല എനിക്ക് തോന്നുന്നത് ഉപ്പ് ഒരല്പം കൂടെ ആവാമായിരുന്നു, എന്നാലും ദാറ്റ്സ് ഓക്കെ. ഉപ്പ് കൂടി പോയാൽ പണിയാ, ഉപ്പ് കുറഞ്ഞാൽ പെർഫെക്റ്റാ. അതായത് പെർഫെക്റ്റ് അല്ല, നിയർ ടു പെർഫെക്റ്റാ. ഉപ്പ് നമുക്ക് വേണേൽ എപ്പോൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. ബട്ട് വേവ്, ആട്ടിറച്ചിയുടെ സ്വാദ്, ബിരിയാണിയുടെ ഒരു ക്വാളിറ്റി അടിപൊളി. കുക്കറിൽ ഉണ്ടാക്കിയ ബിരിയാണിയാണ്, അല്ല നമ്മൾ നമ്മുടെ ഹൈദരാബാദി സ്റ്റൈലിൽ മറ്റേ ആട്ട വെച്ച് ദമ്മുണ്ടാക്കി ഇതുള്ള പരിപാടി ഒന്നുമല്ല. സിമ്പിൾ കുക്കറിലുള്ള ബിരിയാണിയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ലിയാന അഞ്ജയ് കം ഹിയർ, ടേസ്റ്റ് ഇറ്റ്.
മുട്ട എടുത്ത് കഴിക്കാതെ ബാക്കി മീറ്റും എല്ലാം കൂടെ എടുത്ത് പിടിപ്പിക്കങ്ങട് ഉള്ളിയിട്ടിരിക്കാൻ പറ്റില്ല. പൊന്നെ ഇത് കണ്ടോ, വൈറ്റ് എടുത്തേ, ഭയങ്കര ചൂട്. അല്ല ടെൻഡർ എന്ന് ഞാൻ ഉദ്ദേശിച്ച സാധനം എന്താണെന്ന് ചോദിക്കണമെങ്കിൽ ഇത് കേട്ടോ, അത് അടർന്നിങ് പോരും. കൊച്ചു കഴിച്ചോ. ടെൻഡർ ചൂടാണ്, കെയർഫുൾ. അവളുടെ ഫേസ് ആണ്. ഹോട്ട് ഓർ ഗുഡ്? ഗുഡ്. എടാ മുട്ട എടുത്ത് അടിക്കാത്തത് ഇത് കേട്ടോ. ഞാൻ എല്ലും ഇത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്. വെറും ഒരു കുക്കിംഗ് വീഡിയോ ആയിരുന്നു, പക്ഷെ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. വലിയ മുതൽ മുടക്കോ വലിയ സമയത്തിന്റെ ചെലവോ ഒന്നും ഇല്ലാത്തൊരു കാര്യമാണ്. നിങ്ങളുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട് പ്രഷർ കുക്കർ. എന്താ പറയുന്നത്, ലൈഫിൽ നമുക്ക് എന്താ വേണ്ടത്? പൈസ, എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം. പക്ഷെ പൈസ എല്ലാവർക്കും കിട്ടുമോ? ഇല്ല. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? പൈസക്കാർ ചെയ്യുന്നത് എന്താ? സ്വാദുള്ള ഫുഡ് കഴിക്കുക. എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇതുപോലെ വീട്ടില് വലിയ ചെലവില്ലാതെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക, ഹാപ്പി ആയിട്ട് ജീവിക്കുക കേട്ടോ ഗൈസ്.